രണ്ടാം മോദി സർക്കാരിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാരെല്ലാം മൂന്നാം മോദി സർക്കാരിലും ഇടം പിടിച്ചെങ്കിലും ശ്രദ്ധേയമായ ചില മുഖങ്ങൾ ഇത്തവണയില്ല. സ്മൃതി ഇറാനി, അനുരാഗ് ഠാക്കൂർ, നാരായൺ റാണെ എന്നിവർക്ക് ഇത്തവണ മോദി സഭയിൽ ഇടമില്ല. തോറ്റവരെ പരിഗണിക്കേണ്ടതില്ലെന്ന തീരുമാനത്തെ തുടർന്നാണ് സ്മൃതി ഇറാനിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത്. 2014 പരാജയം നേരിട്ടപ്പോഴും സ്മൃതി ഇറാനിയെ മന്ത്രിയാക്കിയിരുന്നു. ഇത്തവണ കോൺഗ്രസിന്റെ വിശ്വസ്തൻ കിഷോരി ലാൽ ശർമ്മയോടായിരുന്നു സ്മൃതി ഇറാനിയുടെ തോൽവി. 1.6 ലക്ഷം വോട്ടുകൾക്കാണ് സ്മൃതി പരാജയപ്പെട്ടത്. 2019 രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ കുടുംബക്കോട്ടയായ അമേഠിയിൽ പരാജയപ്പെടുത്തിയിരുന്നു. ആ ചരിത്ര വിജയത്തിന്റെ തിളക്കത്തിലാണ് സ്മൃതി ഇറാനി വനിതാ ശിശുവികസന മന്ത്രിയായത്. എന്നാൽ ജയിച്ചിട്ടും അനുരാഗ് ഠാക്കൂറിന് മന്ത്രിസഭയിൽ ഇടമില്ല. ഹിമാചൽ പ്രദേശിലെ ഹമിർപൂരിൽ നിന്നാണ് അനുരാഗ് ലോക്സഭയിലെത്തിയത്. രണ്ടാം മോദി സർക്കാരിൽ കായിക മന്ത്രിയും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയുമായിരുന്നു അനുരാഗ് ഠാക്കൂർ. മൈക്രോ, ചെറുകിട, ഇടത്തരം വ്യവസായ മന്ത്രിയായിരുന്ന നാരായൺ റാണേക്കും ഇത്തവണ മന്ത്രിസ്ഥാനമില്ല. മഹാരാഷ്ട്രയിലെ രത്നഗിരി, സിന്ധുദുർഗ് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം വിജയിച്ചിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ശശി തരൂരിനോട് പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖറിനും മൂന്നാം മോദി സർക്കാരിൽ ഇടമില്ല. ന്യൂസ് മലയാളം, ഡൽഹി.